ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി മുസ്ലിമായി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. മരിക്കുന്ന വേള വരെ ഈ ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ആചരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള മഹാഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ചുട്ടെരിയുന്ന ആ ഒരു ചാണകലെ സൂര്യനുദിച്ചു നിൽക്കുന്ന വിചാരണ വേളയിൽ വിജയിക്കുവാനും തണൽ ലഭിക്കുവാനും സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അനുജന്മാരെ, ഒരു വെക്കേഷന്റെ കാലത്താണ് നമ്മളുള്ളത്. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ ജോലിയുള്ള അധ്യാപകർക്കാകട്ടെ, അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രവാസ ലോകം ജീവിക്കുന്നതിൽ ചില ആളുകളെങ്കിലും അവരുടെ ഒരു വെക്കേഷൻ എന്ന നിലയ്ക്ക് നാട്ടിലേക്ക് വന്നവരുണ്ട്. അതല്ലെങ്കിൽ സ്കൂളുകൾ അടച്ച് ട്യൂഷൻ ക്ലാസ്സുകളെല്ലാം അവസാനിച്ച് മൊത്തത്തിലൊരു ഫ്രീ മൈൻഡായിക്കൊണ്ട് ഇരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു സമയത്ത് ചില രക്ഷിതാക്കളെങ്കിലും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആവലാതി, അല്ലെങ്കിൽ അവരെ മനസ്സിനെ, ഹൃദയത്തെ അതിന്റെ മിടിപ്പ് കൂട്ടുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം എവിടെയെങ്കിലും ഒന്ന് ദീന് പഠിക്കാൻ എത്ര രൂപ ചെലവായാലും പ്രശ്നമില്ല,
ഒരു 2 മാസക്കാലത്തേക്ക് എൻ്റെ കുട്ടിയെ എവിടെയെങ്കിലും ആക്കാൻ കഴിയും, അങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ടോ എന്ന് പോലും രക്ഷിതാക്കൾ വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ആദ്യം നിങ്ങളോടാണ് ചില കാര്യങ്ങൾ ഉണർത്തുവാനുള്ളത്. നമ്മുടെ മക്കൾ എന്നുള്ളത് സ്കൂളിൽ വിട്ട് നമ്മൾ സദാ സമാധാനം കണ്ടെത്തേണ്ട ഒരു സംഗതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ മക്കൾ നമുക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയണം. വീടില്ലാത്തവനും ജോലിയില്ലാത്തവനും ബിസിനസിന്റെ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്താൻ കഴിയാത്തവനും കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. അതിന്റെ അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ മക്കളില്ലാത്ത ആളുകളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കണം, അവരുടെ വിഷമങ്ങളൊന്ന് കേട്ടു നോക്കണം. അവർ ഇപ്പോഴും മക്കളുള്ള ചെറിയ മക്കളെയൊക്കെ കാണുമ്പോൾ അവർ അനുഭവിക്കുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള ആവലാതികളും നീറ്റലും നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ, നമുക്ക് അല്ലാഹു നൽകിയ ആ മക്കളുടെ വിലയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. മഹാന്മാരായ പ്രവാചകന്മാർ അവർക്ക് മക്കളില്ലാതെ വേദനിച്ച് അവർ പ്രാർത്ഥനയിൽ വീണ്ടും മുഴുകി വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടും അല്ലാഹുവേ, ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തുന്നില്ല, വാർദ്ധക്യത്തിൽ എത്തിയെന്ന് എനിക്കറിയാം, എന്റെ മുടി നരച്ചിട്ടുണ്ട്, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയായിട്ടുണ്ട്, ഇനി പ്രസവത്തിനോ അല്ലെങ്കിൽ ഗർഭം ധരിക്കുവാനോ ഉള്ള സാധ്യതകളില്ല എന്ന് 100% എനിക്കറിയാം. എന്നിട്ടും റബ്ബേ, ഞാൻ നിന്നിലേക്കുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് സക്കരിയ അലൈഹി ഇസ്ലാമിന് യഹ്യ എന്ന മകനെ ലഭിക്കുന്നത്. അവിടെയെല്ലാം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിലാകട്ടെ, അവിടെയെല്ലാം വിശുദ്ധ ഖുർആൻ മകനെ നൽകുന്നു എന്ന വാർത്ത മലക്കുകളോട് പറഞ്ഞയക്കുമ്പോൾ ആ മലക്ക് പ്രയോഗിച്ച ആ ഒരു പ്രയോഗം എന്തെന്നറിയോ? ഉബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഉബശ്ശർന എന്താ? ബശ്ശറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തയാണ്. അപ്പോൾ മക്കൾ എന്നുള്ളത്, മക്കൾ ഉണ്ടാവുക എന്നത് അതൊരു സന്തോഷമാണ്, ഒരു ആനന്ദമാണ്, നമ്മുടെ കൺകുളിർമയാണ് നമ്മുടെ മക്കൾ. അങ്ങനെ കാണാൻ നമുക്ക് ഒന്നാമതായി കഴിയണം. ഇവിടെ ചെറിയ പ്രായമായപ്പോ ഏറ്റവും നല്ല രൂപത്തിലൊക്കെ നോക്കി, കുറച്ചൊക്കെ ഒന്ന് വളർന്ന് തന്നോളം കളിക്കാൻ എത്തിയപ്പോ നമ്മളൊന്ന് അകറ്റി, അല്ലെ? വാപ്പയൊക്കെ ആയിരുന്ന ഒരു ചെറിയ കാലഘട്ടത്തിലെ കുട്ടികൾ ചെറുതായിരുന്നപ്പോ വാപ്പ വല്ലാത്ത അറ്റാച്ച്മെന്റ് ആയിരുന്നു. കുറച്ചൊന്ന് വളർന്നപ്പോ എനിക്ക് അവനോട് കഴിയില്ല, എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയില്ല, നീ സംസാരിക്കുമെന്ന് ഭാര്യമാരോട് പറയുന്ന രക്ഷിതാക്കളെ, പിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ചേർത്തു പിടിക്കാനാണ് കഴിയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനെ അറുക്കണമെന്ന ആ ഒരു സ്വപ്നം, ആ ഒരു അല്ലാഹുവിന്റെ കൽപ്പന അത് കേട്ടു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ തന്നോളം വളർന്നെത്തി കളിപ്രായമെത്തിയ ആ കൂടെ സഹായിച്ചു പോകുന്ന ഒരു സാഹചര്യം. അവിടെ പിതാവ് ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കലല്ല ചെയ്തത്, മറിച്ച് മകനോടുള്ള വാത്സല്യവും സ്നേഹവും ഉണ്ടായിരിക്കെ തന്നെ ആ മകനോട് ഈ വിഷയത്തെ ഉണർത്തി. അപ്പൊ മകൻ എതിർത്തിട്ടില്ല. പാപ്പ, നിങ്ങളോട് അള്ളാഹു എന്തെന്നാണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം, അതിന് ഒത്താശ കൂടി ചെയ്തു കൊടുക്കണം. എന്താ പാപ്പ, എന്നെ ഇങ്ങനെ മലർത്തി കിടത്തിയിട്ടാണ് അറുക്കുന്നതെങ്കിൽ പാപ്പക്ക് അതിന് സാധിക്കില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണം. എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് നിങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ ഒരു അംശം വരാതിരിക്കാൻ, എന്റെ മുഖം കാണാതിരിക്കാൻ കമഴ്ത്തി കിടത്തിയിട്ടായിരിക്കണം എന്നെ അറുക്കേണ്ടത്. സഹോദരന്മാരെ, ഇങ്ങനെ വാപ്പാനനുസരിക്കുന്ന, അള്ളാഹനുസരിക്കുന്ന ഒരു മക്കളാക്കി വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അതിനുള്ള പരിശ്രമങ്ങൾ എടുക്കണം. അതല്ലാതെ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല എന്ന് പറഞ്ഞ് അവൻ അകറ്റി, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്ക് പിരിഞ്ഞ് പിന്നെ സംസാരമില്ലാതെ മിണ്ടാട്ടമില്ലാതെ മാറി നിൽക്കുന്ന പിതാക്കളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അത് എത്ര വലുതാണെങ്കിലും നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹം. അതെപ്പോ അറിയുന്നെങ്കിൽ നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയും. ആ സമയം നമ്മൾ തിരിച്ചറിയും നമ്മുടെ മക്കളുടെ വില എന്തെന്നുള്ളത്. രണ്ടാമത്, ആ മക്കൾ പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മക്കൾ നമുക്ക് അനുഗ്രഹമായ നമ്മുടെ മക്കൾ, അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, അനുഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ടോ അതിന് 2 വശങ്ങളുണ്ട് എന്നാണ്. ഏത് അനുഗ്രഹത്തിനും 2 വശങ്ങളുണ്ട്. ഒന്ന് അനുഗ്രഹമാണ്, അതിൽ സന്തോഷിക്കാം, അതിന്റെ എല്ലാവിധ നന്മകളും നമുക്ക് നേടിയെടുക്കാം. പക്ഷെ അതിന്റെ അപ്പുറം അതിലൊരു പരീക്ഷണമുണ്ട് എന്ന തിരിച്ചറിവ്. ഒരു വീട് വെക്കാൻ
നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ് എന്നതോടൊപ്പം അതൊരു പരീക്ഷണമാണ്. നമുക്കൊരു വാഹനം ലഭിച്ചിട്ടുണ്ട്, അതൊരു അനുഗ്രഹമാണ് എന്നതോടൊപ്പം അതൊരു പരീക്ഷണമാണ് എന്നതുപോലെ നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണ്. രണ്ടാമത്തെ വിഷയം, അത് നമുക്ക് പരീക്ഷണം കൂടിയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ചരിത്രം പറയാതെ തന്നെ നമുക്കറിയുന്ന വിഷയമാണ്. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും അവിടുത്തെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അവിടുന്ന് നൂഹ് നബി അലൈഹി സ്വലാം പല രൂപത്തിൽ അദ്ദേഹത്തിന്റെ മകനെയും ഭാര്യയെയും ഒക്കെ അതിലേക്ക് ക്ഷണിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ, ആ കപ്പലിലേക്ക് കയറി വരാതെ നിൽക്കുന്ന സാഹചര്യം നശിക്കുമെന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന് തീർത്തും ഉറപ്പായി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലുണ്ടാക്കി അതിലേക്ക് കയറുന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം, റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി, അല്ലാഹുവേ എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് നീ എനിക്കൊന്ന് വിട്ടു തരണം. വഇന്ന വഅദകൽ ഹഖ്, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തത് സത്യമാണ്, പക്ഷെ എന്താണ്, എൻ്റെ മകനാണ്, എൻ്റെ ചോരയാണ്, റബ്ബേ എനിക്കൊന്ന് അവനെ വിട്ടു തരണം. ആരാന്നറിയോ മകൻ? ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെ അങ്ങേയറ്റം അവഹേളിക്കാനും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞും സ്വന്തം പിതാവിന്റെ ആദർശത്തിനെ പോലും സ്വീകരിക്കാൻ കഴിയാതെ മാറി നിന്ന് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വാപ്പാന്റെ വേദന നമുക്കറിയാം. എന്റെ മകൻ എത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മകനാണ് എന്ന ഒരു വേദനയുടെ അടിസ്ഥാനത്തിലാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ മകനോട് അങ്ങേയറ്റം സ്നേഹമുള്ള, മക്കളോട് അത്രയും താല്പര്യമുള്ള, എന്ത് കാണിച്ചാലും മകനല്ലേ മകളല്ലേ എന്ന് പറഞ്ഞ് അവരെ ചേർത്തു പിടിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു കാരുണ്യം, ആ കാരുണ്യം നമുക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ആ മക്കളെ അകറ്റി അവരെ വഴികേടിലേക്ക് വിടാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ആ മക്കൾ ഒരു പക്ഷേ നമുക്ക് പാരത്രിക ലോകത്ത് നമുക്കെതിരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഭാര്യ ഒന്ന് പ്രസവിച്ചപ്പോ ആ മക്കളെ, കുഞ്ഞിനെ എടുത്തു വെച്ച് താലോലിച്ച് അതിന്റെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൈ വളരുന്നുണ്ടോ, അതിന്റെ കാല് വളരുന്നുണ്ടോ, അതൊന്ന് സൈസ് വെക്കുന്നുണ്ടോ, അതിന്റെ മുടി വളരുന്നുണ്ടോ, ഇങ്ങനെ അതിന്റെ ഓരോ ദിവസത്തെയും മാറ്റങ്ങളെ ഒന്ന് പരിശോധിച്ച് അതിൽ നിന്ന് സ്നേഹം കണ്ടെത്തി, ആനന്ദം കണ്ടെത്തി, സന്തോഷം കണ്ടെത്തി നിർവൃത്തിയിലാകുന്ന രക്ഷിതാക്കൾ, പിന്നെ ആ കുട്ടി വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ആ കുട്ടി ആ രൂപത്തിലൊന്നും സ്നേഹിക്കാതെ അകറ്റിക്കളയുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു സ്വന്തം പ്രായമൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവരൊന്ന് മാറ്റി നിർത്തുന്ന, ആ കൊടുത്ത സ്നേഹത്തിൽ അളവുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു സമയത്ത് നമ്മൾ ചേർത്തു പിടിക്കേണ്ട സമയമാണ് ടീനേജ് എന്നത്. നമ്മൾ കൂട്ടുകാരായി മാറണം. നമ്മൾ കൂട്ടുകാരാകാത്തത് കൊണ്ടാണ് അവർ മറ്റു പല കൂട്ടുകാരിലേക്കും ചേക്കേറി പോകുന്നത്. മോശപ്പെട്ട കൂട്ടിലേക്ക് അവർ പോകുന്നത് ഉപ്പ കൂട്ടുകാരനാവാത്തത് കൊണ്ടാണ്, ഉമ്മ കൂട്ടുകാരിയാകാത്തത് കൊണ്ടാണ്. ഉപ്പയും ഉമ്മയും നല്ല സ്നേഹം കൊടുത്ത് അവരെ കൂട്ടുകാരാക്കി കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവർ അകന്നു പോവില്ല. അവർ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മനസ്സ് കാണിക്കാത്ത ഒരു സാഹചര്യം അവർക്കുണ്ടാകും. അതുകൊണ്ട് നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ നമുക്കെതിരാകാൻ പാടില്ല. നമ്മുടെ മക്കൾ പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, വഅലമു, അറിയണേ എന്ന് പറഞ്ഞാൽ അറിയണം. എന്താ അറിയേണ്ടത്? അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും ഫിത്നയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെ രക്ഷപ്പെടണം? ആ ഫിത്ന എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവർക്ക് അസുഖങ്ങൾ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ റൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, നമ്മൾ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. അവർക്ക് കൊടുക്കേണ്ട തർബിയത്തുകൾ, ഉപദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിന്റെ ഓരോ എണീറ്റ് നിൽക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ആക്കി സന്തോഷിക്കുന്നവർ, അല്ലെ? ചെറിയ കുട്ടി ആദ്യമായി എണീറ്റ് നിൽക്കുന്നത്, അത് നടക്കുന്നത്, ഇതൊക്കെ കണ്ട് ആനന്ദിക്കുന്ന രക്ഷിതാവ്
പിന്നീട് പരലോകത്തെത്തുമ്പോ ഇതേ മക്കൾ നമുക്കെതിരെ അല്ലാഹുവേ അവരെ ഒന്ന് കിടത്തിത്ത, അവരുടെ നെഞ്ചിലേക്ക് കയറി നിന്ന് ഞാൻ എന്റെ ആ ഒരു പ്രയാസം തീർക്കട്ടെ എന്ന് പരലോകത്തേക്ക് വെച്ച് പറയുന്ന ഒരു മക്കളായി മാറിക്കഴിഞ്ഞാൽ ആരാണ് നഷ്ടക്കാർ? ഞാനും നിങ്ങളുമാണ്. രക്ഷിതാവ് എന്ന നിലയ്ക്ക് പിതാവും മാതാവുമാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അവർ നാളെ നമുക്കെതിരെ സാക്ഷി പറയും. ആ സാക്ഷി പറയാതിരിക്കാൻ നമുക്ക് ചിലത് നിർവഹിക്കാനുണ്ട്. നമ്മുടെ കടമകൾ അത് കുറെ സമ്പാദിച്ചു കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു കൊടുക്കുക, അവിടെ AC വെച്ചു കൊടുക്കുക, ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറം ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാർ. അല്ലാഹു പറയാണ്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വയം രക്ഷ നേടണം. എന്നിട്ട് ആ നരകത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാണ്, ആ നരകം കത്തിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കല്ലുകളും അതുപോലെ തന്നെ മനുഷ്യരുമാണ് എന്നാണ്. കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി വേണം? വേണ്ട. നമ്മുടെ ദുനിയാവിൽ ഒരു വെള്ളം തിളക്കണമെങ്കിൽ, പച്ച വെള്ളം തിളക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. ആ തീയിലേക്ക് കൈവെക്കണ്ട. ആ 100 ഡിഗ്രി തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ഒരു വിരലിട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വെള്ളം, ഒരു ലായിനിയായ പദാർത്ഥത്തെ തിളപ്പിക്കണമെങ്കിൽ 100 ഡിഗ്രി വേണമെങ്കിൽ, ഒരു ഖരവസ്തുവായ കല്ലിനെ തിളപ്പിക്കണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? അതിലേക്കാണ് മനുഷ്യനെ ഇന്ധനമാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കാത്തു സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോൾ, സഹോദരന്മാരെ, കുറെ സൗകര്യങ്ങൾ, ദുന്യവിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു എന്നതുകൊണ്ട് പരലോകത്ത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെല്ലാ സൗകര്യവും കൊടുത്തു, പക്ഷെ ദീന് പഠിപ്പിച്ചിട്ടില്ല, ദീനി ബോധങ്ങൾ നൽകിയിട്ടില്ല, അദബുകൾ പഠിപ്പിക്കാതെയാണ് നമ്മുടെ മക്കളെ വളർത്തിയിട്ടുള്ളതെങ്കിൽ പരലോകത്ത് നമ്മുടെ മക്കൾ വരും. നമ്മുടെ മക്കൾ നമുക്കെതിരെയാകുന്ന ഒരു സാഹചര്യം പരലോകത്തുണ്ടാകുമെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഅയതിഹി. അല്ലാഹു പറയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കുല്ലുകും റാഇൻ, എല്ലാവരും ഉത്തരവാദിത്തമുള്ളവർ. അതിൽ രക്ഷിതാക്കൾ മാത്രമല്ല, വിദ്യാർത്ഥികളും മക്കളും അതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ വേളയിൽ ചോദ്യം ചെയ്യുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നിട്ട് എടുത്തു പറയണം, അതിൽ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. വീണ്ടും രക്ഷിതാക്കളുടെ കർമ്മങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ആ പുരുഷൻ തന്റെ വീട്ടിലുള്ളവരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. കുറെ സമ്പാദിച്ചു കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമല്ല, അതുണ്ട് ഉത്തരവാദിത്തം. പക്ഷെ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദീനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഉത്തരവാദിത്തമാണ്. അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊരു ഉത്തരവാദിത്തമാണ്. ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ്, ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. തീർന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഗ്ലിഹാ വവലദിഹി. തന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ ഉത്തരവാദിത്തം ഭാര്യക്കാണ്. തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ കുട്ടികളുടെ വിഷയത്തിലെ ഉത്തരവാദിത്തം അത് ഭാര്യക്കാണ്. ആ വിഷയത്തിൽ അവൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും, അതായത് പിതാവും മാതാവും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള വിഷയമാണ് കുടുംബത്തിന്റെ വിഷയം എന്നുള്ളത്, മക്കളുടെ വിഷയം എന്നുള്ളത്. ചില പിതാക്കൾ പറയുന്നത് കാണാം, അത് നീ നോക്കിയാൽ മതി, ഞാൻ നോക്കിയാൽ ശരിയാവൂല, അല്ലെങ്കിൽ ഞാൻ ഇടപെട്ടാലാകെ മോശമാകും എന്ന് പറഞ്ഞ് തീരെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ വെറും ഒരു മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനായി മാത്രം മാറുന്ന സാഹചര്യങ്ങൾ പല വീടുകളിലുമുണ്ട്. പക്ഷേ ആ ഉമ്മ ഇടപെടുന്നതിനേക്കാൾ മനോഹരമായി ആ പിതാവിനെ ഇടപെട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, നമ്മുടെ മക്കളെ ഏറ്റവും നല്ല തർബീയത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ നമ്മൾ കൂട്ടായി കൊണ്ടുള്ള പ്രവർത്തനം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്.
അങ്ങനെ നല്ലപോലെ നമ്മുടെ മക്കളെ ഈ ദുനിയാവിൽ അവരെ വാർത്തെടുത്ത് നല്ല സംസ്കാരമുള്ള മക്കളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ആർക്കാണ് നേട്ടമെന്നറിയോ? എനിക്ക് നിങ്ങൾക്കാണ് നേട്ടം. ആരാണോ അങ്ങനെ വളർത്തിയെടുത്തത് ആ രക്ഷിതാക്കൾക്കാണ് ഇത് നേട്ടം. നമ്മുടെ കവറിലേക്ക് ഇറക്കി വെച്ച് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതോടുകൂടി നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്റ്റോപ്പായി. പിന്നെ വല അമൽ യൗമുൽ ഹിസാബ്, അന്ന് അമലുകൾക്ക് സ്ഥാനമില്ല, ചെയ്യാൻ കഴിയില്ല. അന്ന് ഹിസാബിന്റെ വേളയാണ്. ആ ഹിസാബിൽ നമുക്ക് ആശ്വാസം കിട്ടാൻ നമ്മുടെ മക്കൾ ഉപകരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്ന ഇല്ലാ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തന്റെ സ്വാലിഹായ മക്കൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അവന്റെ കർമ്മങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ അവന് പ്രതിഫലം കിട്ടുന്ന മേഖലയിൽ അവന് ഗുണകരമാകുന്ന കാര്യമാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന റജുല ലതുർഫഉ ദറജാതിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ ദറജകൾ ഉയർന്നു പോവാൻ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറി പോകുന്നു. പക്ഷേ ആ മനുഷ്യൻ അതിനു മാത്രം കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാൻ മാത്രം നന്മകൾ ചെയ്യാത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ആ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചോദിക്കാണ്, അന്നഹാദ, ഇതെന്താ ഇത്? ഞാൻ ഇതിനു മാത്രം കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അത്ഭുതത്തോടുകൂടി ആ മനുഷ്യൻ ചോദിക്കുമ്പോ ഫയഖൂലു, അവനോട് പറയപ്പെടുന്നതാണ്, ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ, എന്റെ മരിച്ചുപോയ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി കൊണ്ടാണ് സ്വർഗത്തിന്റെ ദറജകളിലേക്ക് ഉയരാൻ അവന് സാധിച്ചതെന്നാണ്. നമുക്ക് എത്ര പേർക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ മകനെ നിർത്താൻ എനിക്ക് ധൈര്യത്തോടുകൂടി കഴിയുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? മയ്യത്ത് നിസ്കാരം പോലും ശരിക്ക് നമുക്കറിയില്ല, നമുക്ക് തന്നെ അറിയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക്? മയ്യത്ത് നിസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായി പറയാൻ അറിയില്ല. നമ്മൾ ആദ്യം മാറണം, എന്നിട്ട് നമ്മുടെ മക്കളെ മാറ്റാൻ നമുക്ക് സാധിക്കണം, അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ തർബിയത്തോടുകൂടി വളർത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ, നമ്മുടെ മക്കൾ രക്ഷപ്പെടും, നമുക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ബോധപൂർവം ക്രിയാത്മകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കണം. അതിൽ ഒന്നാമത്തത് പ്രധാനമായും ദീന് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസങ്ങൾ, അതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ്സുകൾ, വെക്കേഷനിൽ പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ, ചെറിയ മക്കൾ മുതൽ വലിയ മക്കൾക്ക് വരെ പഠിക്കാനും മനസ്സിലാക്കാനും ചില പ്രത്യേകമായ കോഴ്സുകൾ തയ്യാറാക്കി ചില പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ മക്കളെ വിട്ട് ഒരല്പം പഠിക്കാൻ, ഈ വെക്കേഷൻ എന്നുള്ളത് തുലച്ചു കളയാനുള്ളതല്ല, ഗെയിമിൽ തീർക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഫോണിൽ റീൽസും അതുപോലെയുള്ള സാധനങ്ങൾ കണ്ട് നമ്മുടെ സമയത്തെ ഹനിക്കാനുള്ളതല്ല. മറിച്ച് ഈ വെക്കേഷൻ ഈ ഒരു വെയിലത്ത് തണലില്ലാത്ത ഒരു ലോകത്തേക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി, അതിനുള്ള അവസരങ്ങളായിക്കൊണ്ട് നമ്മൾ ഈ ഒരു വെക്കേഷനെ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത്, ആ മക്കളെ മര്യാദ പഠിപ്പിക്കണം. അതിപ്പോ ഏതെങ്കിലും ഒരു അറബി കോളേജ് വിട്ടിട്ട് മാത്രം പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഈ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ മക്കളെ നമ്മൾ അടുത്ത് ചേർത്ത് വിളിച്ചിരുത്തി ആദ്യം ഭക്ഷണ മര്യാദകൾ, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമകൾ, അതുപോലെയുള്ള വിഷയങ്ങൾ, റബ്ബിന്റെ വിഷയത്തിലുള്ള കടമകൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് എത്ര മക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്? ലുഖ്മാൻ നബി അലൈഹി സ്വലാം ഉപദേശിക്കുന്നിടത്ത് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നു മകനെ എന്ന് വിളിച്ചിട്ടാണ്. സ്നേഹത്തോടുകൂടി ആ ഒരു ഉപദേശത്തിന്റെ ആ ഒരു ശൈലി പോലും നമ്മൾ ശ്രദ്ധിക്കണം. സ്നേഹത്തോടുകൂടി അവരെ വിളിച്ചുപദേശിച്ചു കഴിഞ്ഞാൽ അവർ നന്നാകും. അത് എത്ര വലിയ വികൃതിയുള്ള കുട്ടിയാണെങ്കിലും ശരി, നമ്മളൊന്ന് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവരെ തടവി തലോടി അവരെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാകും എന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അവരൊന്ന് വിളിച്ചിരുത്തി ചേർത്തിരുത്തി ഒരു നിശ്ചിത സമയം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ മക്കൾക്ക് ഒരു സമയം നമ്മൾ കൊടുക്കണം. നമ്മൾ ജോലിക്ക് സമയം മാറ്റി വെക്കുന്നുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന് കൃത്യമായ സമയമുണ്ട്.
നമ്മുടെ മറ്റു പല കാര്യങ്ങൾക്കും കൃത്യമായ ടൈം ടേബിളുകളുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുമായി ഇത്തരം സംസാരങ്ങൾക്ക് ഇരിക്കുന്ന ഏത് ദിവസത്തിലെ ഏത് സമയമാണെന്ന് ചോദിച്ചാൽ പലർക്കും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഒരു മഗ്‌രിബിനും ഇശാഉം ഇടയിൽ ആ ഒരു സമയം ഫ്രീ ആണെങ്കിൽ മക്കളെയും ഒന്ന് വിളിച്ചിരുത്തി, ആൺമക്കളാണെങ്കിൽ നേരെ പള്ളിയിൽ വന്ന് ഒരു അല്പസമയം അവരുമായി ഇരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ആ ഒരു മഗ്‌രിബ് ടു ഇശാ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ എല്ലാ ദിവസവും അത് കൃത്യമായി നടന്നു പോകും. ഇനി മറ്റെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സമയങ്ങളിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു 5 മിനിറ്റ് ഉപയോഗപ്പെടുത്തി അതൊരു മുടങ്ങാത്ത ഒരു പ്രക്രിയയായി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മൾ നന്നാകും, നമ്മുടെ മക്കൾ നന്നാകും. ഏതുപോലെ? അലക്കുകല്ല് പോലെ. നമ്മള് ഒരു സോപ്പ് ഉപയോഗിച്ച് വസ്ത്രം അലക്കുമ്പോൾ ആ അലക്കുകല്ല് നന്നാവും, വസ്ത്രവും നന്നാകും, നമ്മുടെ കയ്യും ശുദ്ധിയാകും. എന്നതുപോലെ നമ്മൾ നമ്മുടെ മക്കളിന് വേണ്ടി മാറ്റിയിരുത്താൻ ചില സമയങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കും ചില ഗുണങ്ങൾ ഉണ്ടാകും, നമ്മുടെ മക്കളിലും ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന്. അപ്പൊ മര്യാദ പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അദബുകൾ പഠിപ്പിക്കണമെന്ന് മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇൽമു പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അദബ് പഠിപ്പിക്കാനാണ്. ഒരാള് ഒരുപാട് ഇൽമുണ്ട്, നല്ല കിതാബിയാണ്, ഖുർആനൊക്കെ നല്ല ഹിഫ്ളാക്കിയ വ്യക്തിയാണ്, പക്ഷേ അവൻ തീരെ അദബില്ലാത്ത, ആകെ അക്രമിയും ആകെ പ്രയാസപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ എന്തിനു കൊള്ളാം? അവന് പിന്നെ നല്ല കുട്ടിയെന്ന് ആരാ പറയാ? അറബി കോളേജിൽ പോയി എല്ലാ കിതാബും വായിച്ച് അവിടെയുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡന്റായി പുറത്തിറങ്ങി, പക്ഷെ നാട്ടിൽ വന്നിട്ട് സുബഹി നിസ്കരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ അവൻ എന്തിനാ കൊള്ളാം? അത് അറബി കോളേജിൽ പഠിച്ചതാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, ബാക്കി എല്ലാ വിഷയത്തിലും ഉഷാറാണ്, അവൻ അദബിന്റെ വിഷയത്തിൽ തീരെ പോക്കാണ്, അവൻ ആകെ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ നല്ല കുട്ടിയെന്ന് എങ്ങനെ പറയാൻ കഴിയുക? അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇൽമു പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യവും കൂടുതൽ ഉണ്ടാകേണ്ടതും അത് അദബാണെന്ന്. മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാൻ, സലാം പറയാൻ, കൈകൾ കൊടുക്കാൻ, അത് സ്നേഹത്തോടു കൂടി വർത്തിക്കാൻ, മുതിർന്നവരെ ബഹുമാനിക്കാൻ, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാൻ, മാതാപിതാക്കളോട് വിഷയത്തിൽ അവർ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന അങ്ങനെ നല്ല കുട്ടികളായി, നല്ല അദബുള്ള കുട്ടികളായി, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ശരി നല്ല അദബുള്ള കുട്ടിയാണെങ്കിൽ അവന് നല്ല കുട്ടി എല്ലാവരും. അതുകൊണ്ട് ആ രൂപത്തിൽ അദബുകൾ നൽകാൻ നമുക്ക് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം ആരാധനയുടെ വിഷയത്തിൽ നമ്മൾ പ്രോത്സാഹനം നൽകണം. നമ്മൾ സുബഹിക്ക് കിടന്നിറങ്ങുക, എന്നിട്ട് മക്കളെ നിസ്കാരം പഠിപ്പിക്കുക, അത് ശരിയാവില്ല. നമ്മളും മാറണം, നമ്മുടെ മക്കളെയും ആ വിഷയത്തിൽ ഉണർത്തണം. മഹാനായ സഹാബിമാർ അവരുടെ മക്കളുടെ വിഷയത്തിൽ ജാഗരൂകരായിരുന്നു എന്നാണ്. അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുടെ മക്കളെയും കൂട്ടിക്കൊണ്ടായിരുന്നു പോയിരുന്നത് എന്നാണ്. നമ്മളെ മക്കളെ പള്ളികളിൽ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിയിൽ നടക്കുന്ന നിസ്കാരത്തിന്റെ രൂപങ്ങളൊക്കെ കണ്ടു പഠിക്കാനുള്ള അവസരമാണ് ശരിക്കും. പള്ളി എന്നുള്ളത് വെറും നിസ്കരിക്കാൻ മാത്രമുള്ള ഒരു കേന്ദ്രമല്ല. നമ്മുടെ മക്കളെ തർബിയത്ത് പഠിപ്പിക്കാൻ, അതുപോലെ മറ്റു ചില പ്രവർത്തനങ്ങൾക്കുമൊക്കെയാണ് പള്ളി. സഹോദരന്മാരെ, ആ രൂപത്തിൽ നമ്മുടെ മക്കളെ തർബിയത്തോടു കൂടി വളർത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുർറു ഔലാദകും ബിസ്സലാത്ത്. പ്രവാചകൻ പറയാണ്, നിങ്ങൾ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം എന്ന്. 7 വയസ്സാകുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുകയും 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം എന്നാണ്. ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ അടി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഇബാദത്ത് അത് നിസ്കാരം. നമുക്ക് തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല, വേണമെങ്കിൽ നിസ്കരിച്ചട്ടെ എന്നായിരിക്കും നമ്മുടെ നിലപാട്. നമ്മൾ സുബഹിക്ക് പള്ളി വരുമ്പോഴും നമ്മുടെ മക്കൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടില്ല എന്ന്. ആ കുട്ടിയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം, അതും 10 വയസ്സ് തികഞ്ഞ കുട്ടിയാണെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുട്ടികളുടെ കൂടെ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റിയിരുത്തി അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ അത് മക്കൾ തിരിച്ചറിയുന്നില്ല, മക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അല്ലെ, നമ്മൾ കച്ചവടത്തിന് പോകുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോകുന്നു, വെയിൽ കൊള്ളുന്നു, പ്രയാസപ്പെട്ട് സമ്പാദിക്കുന്നു, എന്നിട്ട് മക്കളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇതൊന്നും മക്കൾക്ക് മൈൻഡിലേക്ക് പോകില്ല. അതേസമയം ഒരു ദിവസം ഒരു അരമണിക്കൂർ മക്കളുടെ കൂടെ സംസാരിച്ചിരുന്നു നോക്കൂ, അത് മക്കൾക്ക് വലിയ ഫീലിംഗ് ഉണ്ടാകും, മക്കൾക്ക് വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും. എന്റെ ഉപ്പ എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂട്ടുകാരനായി എന്റെ കൂടെ ഉണ്ട്, എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇല്ല, നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഫോണിലാണ്, മക്കളുമായി സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല.
നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായി വലിയ ചാറ്റിങ്ങിലാണ്, ബിസിയിലാണ്. മക്കൾ വന്ന് വാപ്പ എന്ന് വിളിക്കുമ്പോൾ പോലും കേൾക്കാൻ മനസ്സില്ലാത്ത രൂപത്തിലിരിക്കുന്ന പിതാക്കൾ ഉണ്ട്, മാതാക്കൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് നമ്മൾ മാറണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങണം, എങ്കിലേ നമ്മുടെ മക്കൾ ഇറങ്ങുകയുള്ളൂ. നമ്മൾ വലിയ പരാതിയാണ്, മക്കളാകെ ഫോണിലാണ് എന്ന് നമ്മൾ പരാതിയാണ്. പക്ഷെ നമ്മൾ മക്കളെയും കിടത്തി ആ രാത്രി 12 മണി വരെ റീൽസും ഷോർട്സും കണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? ആദ്യം നമ്മൾ നന്നാകണം, അതിനുശേഷം നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാത്രി നേരത്തെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് രക്ഷിതാക്കളും മക്കളും അങ്ങനെ തന്നെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹു അൻ-നൗം ഖബല അൽ-ഇശാ വൽ ഹദീസ് ബഅദഹ. ഇശാഇന് മുമ്പ് ഉറങ്ങുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരുന്നു. ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ് എന്ന് പ്രവാചകന്റെ ഹദീസിനെ നമ്മൾ പഠിച്ചവരാണ്. പക്ഷെ എന്നിട്ട് ഇശാഇന് ശേഷം 12 മണിയും 1 മണി വരെ നമ്മൾ റീൽസും ഷോർട്സും കണ്ട് കിടക്കുന്നു. അതാര് കാണുന്നു? നമ്മുടെ മക്കൾ കാണുന്നു. ഈ മക്കൾ നമ്മളെ കണ്ടു പഠിക്കുന്നു. ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പക്ഷെ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം അധ്വാനമാണ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സ്പ്രേ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല എന്നത് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മൾ വെറും ഉപദേഷ്ടാവായി മാത്രം മാറാൻ പാടില്ല, മറിച്ച് നമ്മൾ അതിന് മാതൃകകൾ കൂടിയാകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഇഅ്ലമു അല്ലിമു, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അസ്ജിദ്, നിങ്ങളുടെ സംസാരം അത് സത്യസന്ധമായിക്കൊണ്ട്, സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. ബിൽ ഖൗലി വൽ ഫിഅൽ, നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ സംസാരത്തിലും എന്തുണ്ടാവണം? ആ സത്യസന്ധത ഉണ്ടാകണം. വെറും ഒരു ഉപദേഷ്ടാവ്, നീ നിസ്കരിക്കാൻ പറ്റുമോ, ഞാനിവിടെ കിടന്നുറങ്ങാം എന്ന് പറയുന്ന ഒരു രീതിയാവാൻ പാടില്ല. മറിച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ സഫിൽ പോയി നിന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ കളവ് പറയരുതേ എന്ന് പറയുന്നു. നമ്മുടെ മക്കളെ ഉപദേശിക്കാറുണ്ടല്ലേ? പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഫോൺ വന്നപ്പോ എവിടെ എത്തിയിടാന്ന് ചോദിക്കുമ്പോ അതാ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പറയാൻ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പറയണേ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാര് കേൾക്കുന്നു? നമ്മുടെ മക്കൾ കേൾക്കുന്നു. പാപ്പ കളവ് പറയുന്നവനാണ് എന്ന് മക്കളുടെ മനസ്സിലേക്ക് ചില മെസ്സേജുകൾ പോകും. ഉമ്മാക്ക് ഫോൺ വന്നു, വീട്ടില് ഒരു 10,000 രൂപ ഉണ്ട്, അടുത്ത ആള് കടം ചോദിക്കണം, തിരിച്ചു തരുന്ന ആളൊക്കെയാണ്. പക്ഷേ പൈസ ഉണ്ടായിരുന്നിട്ട് 1000 രൂപ ചോദിച്ചിട്ടും പൈസ ഒന്നുമില്ല, ഇപ്പൊ കടത്തിലാണ് എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് 10,000 രൂപ കയ്യിൽ ഇപ്പൊ കിട്ടിയ വിഷയം അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഉമ്മാനെ കുറിച്ച് എന്താ വിചാരിക്കും? ഇങ്ങനെ കളവ് പറയാം, ഉമ്മ കളവ് പറയുന്നുണ്ടല്ലോ, എന്നാൽ എനിക്കും കളവ് പറയുന്നതിൽ പ്രശ്നമില്ല എന്ന ഒരു മെസ്സേജ് പാസ്സാവേണം. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇത്തരം നെഗറ്റീവുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപാടുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ മുന്നിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അദ്ദേഹം പറയണം. നമ്മുടെ സംസാരവും നമ്മുടെ കർമ്മങ്ങളും ഒരുപോലെയായിരിക്കണം. ഫൈദാ ഹദ്ദസ്തുമൂഹു ഫലാ തുകദ്ദിബു അലൈഹിം, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കളവ് പറയരുത് എന്നാണ് അദ്ദേഹം പറയാൻ. വൈദാ വഅദ്തുമൂഹു, ചില ആളുകൾ എന്ത് ചെയ്യും? നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഞാൻ ഇന്ന സാധനം വാങ്ങിത്തരാം, അങ്ങനെ ഓഫർ ചെയ്യും, വാഗ്ദാനങ്ങൾ ചെയ്യും. അദ്ദേഹം പറയാൻ, അങ്ങനെ വാഗ്ദാനം ചെയ്യണമെങ്കിൽ ഫലാ തുഖ്ലിഫു വഅദകും, നിങ്ങളുടെ വാഗ്ദാനങ്ങളെ നിങ്ങൾ ലംഘിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയം നമ്മുടെ കൂടെ കിട്ടിയിരിക്കണം. നമ്മുടെ വീട്ടിനുള്ളിൽ അവരെ തർബിയത്ത് കൊടുത്ത് വളർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇത്തരം മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ കുറെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നതിനെല്ലാം അപ്പുറം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി
നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നത് പ്രത്യേകം അടിവരേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരിക്കലും നമ്മുടെ മക്കൾക്കെതിരായി കൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതെങ്ങാനും നമ്മളെതിരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാവില്ല. അതുകൊണ്ട് എത്ര വെറുപ്പുള്ള സമയത്തും എത്ര ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്തും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകം നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാം വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവേ എനിക്ക് എൻ്റെ മക്കൾക്ക് നിസ്കാരം നിലനിർത്തുന്നവരാക്കി നീ മാറ്റണേ, എന്നിട്ട് പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഇതിൽ പണ്ഡിതന്മാർ എടുത്തു പറയുന്ന വിഷയം നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും അതുപോലെ നിസ്കരിക്കാൻ വേണ്ടി അവർക്ക് പ്രേരണ കൊടുക്കലും ആ നിസ്കാരം നിലനിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കലും അതിനുവേണ്ടി ക്ഷണിക്കലും അതെല്ലാം അതിൽ ഉൾപ്പെട്ടു. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന ഒരു മകനായി അവനെ തർബിയത്ത് കൊടുത്ത് വളർത്താൻ അവന് സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 5 നേരം ഒരു പുഴയിലിറങ്ങി കുളിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പിന്നെ അഴുക്കുണ്ടാവില്ലെന്ന് എന്നതുപോലെ അവന്റെ മാലിന്യങ്ങളെ നീക്കിക്കളയാൻ, അവന്റെ തിന്മകളെ അകറ്റിക്കളയാൻ, അവന്റെ തിന്മയിൽ നിന്ന് അവനെ തടയുന്ന നന്മയാണ് നിസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ നിസ്കാരത്തിന് വേണ്ടി, ആ നിസ്കാരം നിലനിർത്താൻ വേണ്ടി റബ്ബേ എനിക്ക് നീ തൗഫീക്ക് നൽകണേ, എന്റെ മക്കൾക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും അനുഗ്രഹത്തിനും അവരുടെ ഏറ്റവും നല്ല അവസ്ഥയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കണം. ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനപ്പുറം അസുഖങ്ങൾ മാറാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിനപ്പുറം നമ്മുടെ പരലോക വിഷയത്തിൽ നമ്മുടെ മക്കൾ പരലോകത്തെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് ഈ ഒരു പ്രത്യേകമായ സമയത്ത് നിങ്ങൾ എല്ലാവരെയും ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.